നമ്മൾ ഡാൻസ് കണ്ടു. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നത് എവിടെയാ? ഏറ്റവും കൂടുതൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഭാര്യ പറയുന്നത് ഞാൻ ഫോണിലാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, തെറ്റിദ്ധാരണയാണ്. ഞാൻ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലല്ലേ നമ്മള് ഓരോ സോഷ്യൽ മീഡിയകളിലാണല്ലോ. അതെ. അപ്പോ അതില് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മളിവിടെ അനുമോദിക്കുന്നു, നമ്മളിവിടെ അപ്രീഷിയേറ്റ് നമ്മുടെ യു കെ മലയാളികൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ. ആരൊക്കെ ഉണ്ടാവും? നമ്മുടെ ജിനോ ജോർജ് ഉണ്ട്, നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട നമ്മുടെ ഫുഡികളുടെ കിങ് ഷെഫ് ജോമോൻ ഉണ്ട്, ആൻറ്റിഗാൻ ഡോക്ടർ ജസ്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ആൻറ്റിഗാൻ നമ്മളെ ഒക്കെ എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന റീന ചേച്ചി, നമ്മുടെ സ്വന്തം റീന ചേച്ചി ആൻഡ് RJ ജിൻസി. ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ കിട്ടുമോ? ഷെഫ് ജോമോൻ പോകുന്നേക്കുമ്പോൾ ഒരു ചെറിയൊരു റെസിപ്പി എഴുതിയെടുക്കാൻ വേണ്ടിയാണ്, വീട്ടിൽ ഇംപ്രസ് ചെയ്യാൻ ആരെങ്കിലൊക്കെ വരുമ്പം. അപ്പൊ നമുക്ക് അവരെ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഴ്സിനെ സ്റ്റേജിലേക്ക് തീർച്ചയായിട്ടും ആരൊക്കെയാണ് നമുക്ക് വിളിക്കേണ്ടത്? ആദ്യം തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ സണ്ണി ചേട്ടനെ വിളിച്ചോട്ടെ. സണ്ണിമോൻ മത്തായി on the stage please, and again Appachan Kananchira and ജോമോൻ മാമൂട്ടിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോമോൻ ചേട്ടാ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. and last but not the least Manoj Thomas, please be on the stage. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ, ഒപ്പം തന്നെ ഞങ്ങൾ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തോന്നരുത്, അത് സ്നേഹത്തോടുകൂടെ തന്നെ വിളിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മിസ് സനുഷ സന്തോഷ്. ഇന്നത്തെ നമ്മളുടെ എല്ലാ കണ്ണുകളും, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടി, നമ്മളുടെയൊക്കെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടിരുന്ന നമ്മളും ഇപ്പോഴും ഈ വേദിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പങ്കിടാൻ സാധിച്ചതിൽ വളരെ അഭിമാനത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും വിളിക്കട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സനുഷ. ചെറിയൊരു മൊമെന്റ്സ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം യുവർ പ്രസൻസ് മീൻസ് എ ലോട്ട് ടു us, സീരിയസ്ലി മീൻസ് എ ലോട്ട് ടു us. ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. The Social Media Influencers Recognition Award goes to Gino George. Give a huge round of applause to Mr. Gino George. കയ്യടികൾ ഇതുപോരാ, ഇതിൽ കൂടുതൽ കയ്യടികൾ നമുക്ക് ആവശ്യമാണ്. കാര്യം ഇവരും നമ്മളുടെ ഇടയിൽ നിന്ന്, മലയാളികളുടെ ഇടയിൽ നിന്ന് വന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ്. UK-യിൽ ഇവിടെ നമ്മളുടെ ഇടയിൽ നമുക്കും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മൾ ഇന്ന് അവരെ വേദിയിൽ വിളിച്ച് അവർക്കൊരു മൊമെന്റ് കൊടുക്കുന്ന ഒരു ഡേ ആണ്. താങ്ക് യു വെരി മച്ച്. Huge applause. Thank you. അടുത്തതായി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു ഷെഫ് ജോമോൻ. നമുക്ക് വേറെ ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ല, നമ്മുടെ ഒക്കെ എസ്പെഷ്യലി ഫുഡീസിന്റെ സ്വന്തം ഷെഫ് ജോമോൻ ടു ദി സ്റ്റേജ് പ്ലീസ്. ഷെഫ് ജോമോന് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ അല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. എങ്ങനെയാണ് ഈ ഒരു പേഴ്സണാലിറ്റി എല്ലാ സ്റ്റേജിലും അറ്റൻഡൻസ് മേക്ക് ഷുവർ ചെയ്യുന്നത്? ഐ ഓൾവേസ് വണ്ടർ. ഈവൻ സനുഷ പറഞ്ഞു എന്തെങ്കിലും റെസിപ്പിയോ ഫുഡോ തരാതെ ഞാൻ തരില്ല എന്ന് പറയാൻ വേണ്ടി ആ ലെവലിലേക്ക് വളർന്ന പ്രിയപ്പെട്ട നമ്മളുടെ ഷെഫ്, നമ്മളുടെ ഇടയിലെ നമ്മളുടെ പ്രിയങ്കരനായ ഷെഫ്, മലയാളികളുടെ പ്രിയപ്പെട്ട ഷെഫ് ജോമോൻ. താങ്ക്സ് a lot ചേട്ടൻ. For 7 Beats 2026 Social Media Influencers Recognition Award, the next award goes to Dr. Jesna Thotian-Johnny. Dr. Jesna, please be on the stage, please. Jesna is an amazing psychologist. She ഒരുപാട് സെലിബ്രിറ്റി ക്ലയൻസ് ഉള്ള നമ്മുടെ വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള ജസ്ന. ഇറ്റ്സ് എ പ്രിവിലേജ് ടു കോൾ യു ഓൺ ദ സ്റ്റേജ്. The next social media or the public personality award goes to the one and only Bittu Thomas, everyone. Bittune പരിചയമുള്ളവർക്ക് അറിയാം, someone who is so unique, and she always defined that there is no equation for anything. If you would like to achieve anything in your life, just go for it, whether it is the time or the talent, whatever, it doesn't matter. Always go for it. And the way she been successful, especially ബിട്ടുവിനെ ആളുകൾ ഒരു ആക്ട്രസ് ആയിട്ട് എത്രമാത്രം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. But more than an anchor or an MC, she is a very busy
personality who been doing multiple ads, been a part of movie, and a full-time mother, plus someone who works in the IT. So Bitu, you are an inspiration for everyone. It's my pleasure that I could share the stage with you. We Look love at you, the big lovely lady. smile and more miles to go. That's the diva. അടുത്തതായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരു അഭിമുഖവും ആവശ്യമില്ലാത്ത നമ്മുടെ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച എന്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ടെങ്കിലും ചേച്ചിയുടെ ഒരു റീൽ മാത്രം മതി നമുക്ക് പൊട്ടിച്ചിരിക്കാൻ വേണ്ടി ടു ദ സ്റ്റേജ് മിസ് റീന ജോർജ്. റീന ചേച്ചി UK മലയാളിക്ക് മാത്രം പോപ്പുലർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ അല്ല. She is an inspiration to many. Again, someone I always that they do share some kind of positive attitude, even Bitu and Chechi. The There is no energy equation. bomb. There is no equation for anything. Thank you. And last but not least, I invite RJ Jinsey to the stage, please. ജിൻസിയുടെ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കൂടുതൽ കാണുന്നത് ഷി ബീൻ ആക്റ്റീവ്ലി പ്രൊമോട്ടിംഗ് ദ മോഹൻലാൽ മെഗാ ഷോ വിച്ച് ഇസ് കമ്മിങ് ഇൻ ലണ്ടൻ ആൻഡ് ഐ എം ഷുവർ നൗ ഷീ ഈസ് ഈവൻ പോപ്പുലർ. Even her voice and her presence is quite popular all over the UK now. Wishing you all the best, Jinsey. Thank you. താങ്ക് യു. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ വരുവാൻ ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ പരിപാടി കാണുവാനും ഒപ്പം തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ മൊമെന്റോ സ്വീകരിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച് ഇന്ത്യൻ. And one more. നമുക്കറിയാം ഇൻഫ്ലുവൻസേഴ്സിനുള്ള ഒരിക്കൽ കൂടി 7 ബീറ്റ്സിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളിങ്ങനെ വന്ന് ഈ ഇവൻറ്റിനെ സപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈവൻറ്റിൻ്റെ പേരിൽ 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 9 പേരിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ അടുത്ത വർഷം ഞങ്ങളുടെ ഈവൻ്റ് ഉണ്ട് 10th ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമുക്ക് ഇവിടെ അറിയാം ഇത്രയും നേരം ഈ വേദിയിൽ വളരെ കിടിലമായി 3 പേര് ഈ വേദി കൈകാര്യം ചെയ്ത 3 പേരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 7 ബീറ്റ്സ് സംഗീതോത്സവം സീസൺ 9 ഈസ്റ്റ് ലണ്ടനിലെ ഇന്ന് ഈ വേദിയെ 3 പേര് ചുണക്കുട്ടികളായ 3 പേരാണ് ഇതിനെ ഇത്രയും നേരം കൈകാര്യം ചെയ്ത് അവരെ ഞാൻ പരിചയപ്പെടുത്തുന്നു. സുപ്രഭ നായർ. സുപ്രഭനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലണ്ടനിൽ എല്ലാവർക്കും സുപരിചിതയാണ് സുപ്രഭ. നല്ലൊരു ആങ്കറായിരുന്നു. എനിക്കറിയാം വർഷങ്ങളായിട്ട് ഒരു 10 വർഷത്തിലധികമായിട്ട് അറിയാവുന്നതാണ് സുപ്രഭ. അതോടൊപ്പം തന്നെ സുപ്രഭ നല്ലൊരു ഡാൻസറെ, കോമ്പയറെ, അതോടൊപ്പം തന്നെ നല്ലൊരു ഗായിക. സുപ്രഭയുടെ ഈ അടുത്ത കാലത്തെ നല്ല ഗാനങ്ങളുമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ലൈവ് ബാൻഡും ഒക്കെ ആയിട്ട് സുപ്രഭ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വന്നിരുന്നു. ഒത്തിരി സന്തോഷം. സുപ്രഭ ഈ വേദിയിൽ ഇന്ന് ആങ്കർ ചെയ്യാൻ ഞാൻ ക്ഷണിച്ചു, ഇവിടെ വരികയും ചെയ്തു. എന്നെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. സുപ്രഭയ്ക്ക് ഒരു മൊമെൻറ്റോ നൽകുന്നതിനായിട്ട് ഞാൻ സനുഷെ ഒരു മൊമെൻറ്റോ കൊടുക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. Thank you, Suprabha, for having you here on season 9 7 Beats സംഗീതോത്സവം. അടുത്തതായിട്ട് നമുക്ക് ഇന്ന് സംഗീതോത്സവം സീസൺ 9 വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത സൗപർണിക. അപർണയെ പറ്റി നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. UK വിവിധ വേദികൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ നല്ലൊരു കവിയത്രിയും നല്ല ടാലൻ്റ് ആയിട്ടുള്ള അപർണയെ ഞാൻ ഈ അവസരത്തിൽ 7 ബീറ്റ് സംഗീതോത്സവത്തിൻ്റെ പേരിൽ ഇന്ന് ഈ ഈവൻറ്റ് ആങ്കർ ചെയ്യുന്ന പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് യു ഹിയർ. അതോടൊപ്പം നമുക്ക് ഒരേ ഒരു മെയിൽ ഇന്ന് ഇവിടെ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് നിന്ന് വളരെ മനോഹരമായിട്ട് വളരെ ചുണക്കുട്ടനായിട്ട് ആങ്കർ ചെയ്ത 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 9 ആങ്കർ ചെയ്ത ജിനോയിസ് തോമസ് സോൾസ്ബറിയുടെ പ്രിയങ്കരനായി അദ്ദേഹം നിരവധി വേദികളിലെ വളരെ മനോഹരമായിട്ട് ആങ്കർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ 7 ബീറ്റ് സംഗീതോത്സവത്തിലേക്ക് ഞാൻ സ്നേഹമായി ക്ഷണിക്കുന്നു. ദിശയിൽ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഒരു മൊമെൻറ്റോ കൈമാറുന്നതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു.
അടുത്തായിട്ട് നമുക്ക് ഇന്നിവിടെ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ വളരെ മനോഹരമായി എന്നും കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോമേഷ് തോമസ്. അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ ഒരു മൊമെന്റോ കൈമാറുന്നതിനാണ് ക്ഷണിച്ചു കൊള്ളുന്നു. താങ്ക് യു ജോമേഷ്. ജോമേഷ് ടെക്നിക്കൽ സൈഡ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. അതോടൊപ്പം വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷത്തെ ആങ്കർ ആയിരുന്നു അൻസി കൃഷ്ണൻ. അൻസി കൃഷ്ണൻ ഒരു മൊമെന്റോ കൈമാറുന്നതിനായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഞാൻ ശ്രമിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് യെസ്. ആ എനർജി നമ്മൾ ഒരിക്കലും മറക്കില്ല. വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഇന്ന് ഫുൾ സപ്പോർട്ടുമായിട്ട് നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തിയാണ് അൻസി. അൻസിയെ ഞാൻ ഏറെ സ്നേഹത്തോടെ 7 ബീറ്റ് സംഗീതോത്സവത്തിന്റെ ഒരു മൊമെന്റോ കൈമാറുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. She definitely single-handedly managed the entire chart. ഞങ്ങളത് ചോദിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ് നെക്സ്റ്റ് ചോദിക്കുമ്പോൾ ഷി വാസ് ആക്ച്വലി മേക്കിംഗ് ഷുവർ എവറിത്തിങ് ഇസ് ദെയർ ഇൻ ക്യൂ. ഒരിക്കൽ കൂടി എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ തുടർന്നും ആവശ്യമുണ്ട്. എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. എല്ലാവരും തുടർന്ന് കാണുക. താങ്ക് യു.